ആഘോഷങ്ങൾക്ക് തിരിച്ചടി നൽകി സംസ്ഥാനത്തെ വിലക്കയറ്റം. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് കോഴിയിറച്ചിക്കും മുട്ടയ്ക്കും പൊള്ളുന്ന വില. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം ചുരുക്കം. ഇപ്പോൾ എല്ലായിടത്തും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ആരവങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങും എവിടെയും നക്ഷത്രങ്ങളും കരോൾ സംഘങ്ങളും പാട്ടും ആട്ടവും എല്ലാം സജീവമാണ്. എന്നാൽ ഇത്തവണ ക്രിസ്മസിന് ചിക്കൻ കറി വെക്കാൻ എന്ന് കരുതിയാൽ കീശ കാലിയാകുമെന്ന് ഉറപ്പാണ്. ഒരു സംശയവും വേണ്ട. റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് ചിക്കൻ വില. അതോടൊപ്പം മുട്ട വിലയും ഞെട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച കേരള വിപണിയിൽ പച്ചക്കറി വിലയാണ് പുതിയ റെക്കോർഡ് തീർത്തതെങ്കിൽ ആ ഷോക്കിൽ നിന്നും പതിയെ പതിയെ കരകയറുമ്പോഴാണ് ഇപ്പോൾ ചിക്കൻ വിലയും മുട്ട വിലയും ഞെട്ടിച്ചു കുതിക്കുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് വലിയ തരത്തിൽ തന്നെയാണ് വിലക്കയറ്റം ബാധിച്ചത്. വെളിച്ചെണ്ണ, പച്ചക്കറി, അരി തുടങ്ങിയവ റെക്കോർഡുകൾ തീർത്ത വിപണിയിൽ ഇപ്പോഴിതാ കോഴിയിറച്ചിക്കും മുട്ടയ്ക്കുമാണ് റെക്കോർഡ് വില. ക്രിസ്മസിന് അല്പം സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പിച്ചോ കൈപൊള്ളും. കോഴിമുട്ടയ്ക്ക് 7 രൂപയാണ്. 1 കിലോ കോഴിയിറച്ചിക്കാകട്ടെ 200 മുതൽ 240 രൂപ വരെ എത്തി. മുട്ട വില ഉയർന്നതിന് പ്രധാന കാരണം കേക്ക് വിപണി സജീവമായതുകൊണ്ട് തന്നെയാണ്. സംസ്ഥാനത്ത് കോഴിമുട്ടയുടെയും താറാവിന്റെയും ഉൽപാദനം കുറഞ്ഞതും തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി കൂടിയതും വിലവർധനവിന് കാരണമായി വിദഗ്ധർ പറയുന്നു. മാത്രമല്ല, ശൈത്യകാലത്തെ തണുപ്പിനെ അതിജീവിക്കാൻ വടക്കേ ഇന്ത്യയിൽ ആഘോഷങ്ങൾക്കും മറ്റു പരിപാടികൾക്കും മുട്ടയും ഇറച്ചിയും വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ ഡിമാൻഡ് കൂടിയതും വിലക്കയറ്റത്തിന് പ്രധാന കാരണമായി പറയുന്നുണ്ട്. എന്തായാലും വില ഇനിയും കൂടിയേക്കുമെന്ന് തന്നെയാണ് വ്യാപാരികളും പറയുന്നത്. താറാവിന് 340 രൂപയാണ് വില. എന്നാൽ പക്ഷിപ്പനി കൂടി സ്ഥിരീകരിച്ചതോടെ താറാവ് വിൽപ്പനയിൽ തിരിച്ചടി നേരിട്ടതായി കർഷകർ പറയുന്നു. തീർന്നില്ല, പച്ചക്കറി വിലയും കുതിച്ചുയരുകയാണ്. സെഞ്ചുറിയിലെത്തിയ തക്കാളി വില പിന്നീട് താഴേക്ക് വീണെങ്കിലും ഇപ്പോൾ വീണ്ടും ഉയരുകയാണ്. കഴിഞ്ഞ മാസം അവസാനത്തോടെ തക്കാളി വില ഞെട്ടിച്ചിരുന്നു. 75 രൂപയിലെത്തി. ചില്ലറ വിപണിയിൽ ഇത് 90 പിന്നിട്ടു. വെളുത്തുള്ളി വില 160-ലെത്തി. സവാളയ്ക്കാകട്ടെ 35 രൂപ വരെയും എത്തി. 40 രൂപയുണ്ടായിരുന്ന മുളക് വില 70-ലെത്തി ഞെട്ടിച്ചു. ഉണ്ടമുളകിന്റെ വിലയാകട്ടെ 76 രൂപയാണ്. പയർ വിലയിലും വലിയ തരത്തിൽ വർധനവ് രേഖപ്പെടുത്തി. മാത്രമല്ല, ബിരിയാണി അരിയുടെ വിലയും കുതിക്കുകയാണ്. കഴിഞ്ഞ 4 മാസമായി ബിരിയാണി അരി വില 200-240 നിരക്കിൽ തുടരുകയാണ്. 180-185 രൂപയിൽ നിന്നാണ് പെട്ടെന്നൊരു മുന്നേറ്റം സംഭവിച്ചത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.